L2 എമ്പുരാന്റെ ഏറ്റവും അവസാനം ക്രെഡിറ്റ്സിനൊപ്പം കാണിക്കുന്ന കോട്ട്സ് ആൻഡ് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ ശ്രദ്ധിച്ചിരുന്ന് വായിക്കണമെന്ന് സംവിധായകൻ പൃഥ്വിരാജ് തന്നെ റിലീസിന് മുമ്പ് പറഞ്ഞിരുന്നു. ലൂസിഫറിലും ഇത്തരത്തിൽ ക്രെഡിറ്റ്സിൽ ഒരുപാട് ഇൻഫോസ് ഉണ്ടായിരുന്നു. അതിൽ ഖുറേഷി എബ്രാമിന്റെയും ഇല്ലുമിനാറ്റിയുടെയും കാര്യമാണെങ്കിൽ എമ്പുരാനിൽ ഗോഡ് ആക്സസ് അഥവാ ഷെൻട്രയാഡിന്റെ കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ക്രെഡിറ്റ്സിലെ മുഴുവൻ ഡീറ്റെയിൽസും ഇൻ ഡെപ്തായി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ആദ്യത്തെ പേപ്പർ കട്ടിംഗ് ദ ഗാർഡിയൻ ന്യൂസ് പേപ്പറിൽ നിന്നാണ്. 1821 ആരംഭിച്ച ബ്രിട്ടീഷ് പത്രമാണ് ദ ഗാർഡിയൻ. ഇതിൽ SIS അഥവാ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. മിലിറ്ററി ഇൻ്റലിജൻസ് സെക്ഷൻ 6 അഥവാ MI6 എന്ന് അറിയപ്പെടുന്ന SISൻ്റെ ഓഫീസറായിട്ടാണ് എമ്പുരാനിൽ നമ്മൾ കണ്ട ജെറോം ഫ്ലിനിൻ്റെ ബോറിസ് ഒലിവർ എന്ന ക്യാരക്ടർ. ഇന്ത്യയിലേക്ക് ഷെൻ അപ്പോക്കലിപ്സ് വരുന്നുവെന്ന് SIS വാൺ ചെയ്യുകയാണ്. അപ്പോക്കലിപ്സ് എന്ന ലോകാവസാനം അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ കൊളാപ്സ് ആകുക എന്നൊക്കെയാണ് അർത്ഥം. ഗോഡ് ആക്സസ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന സർവനാശത്തെക്കുറിച്ച് ഷെൻ അപ്പോക്കലിപ്സ് എന്ന കോഡ് നെയിമിലൂടെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഓർഗനൈസേഷനായ റോയോട് SIS അറിയിക്കുകയാണ്. അൺപ്രസിഡൻറ്റഡ് മൂവ് എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇത്തരം ഇന്ത്യൻ SIS റോയ്ക്ക് നൽകാറില്ല. എന്നാൽ ഇപ്പോൾ ആ പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അത്രത്തോളം ഡേഞ്ചറാണ് അപ്പോൾ വരാൻ പോകുന്നത്. ഇമ്മിനൻ്റ് അറ്റാക്സ് ഓൺ നാഷണൽ ഇൻസ്റ്റാലേഷൻസ് എന്ന വാചകത്തിൽ ഉദ്ദേശിക്കുന്നത് എയർപോർട്ട്സ്, പവർ പ്ലാന്റ്സ്, ഡാംസ്, മിലിറ്ററി ബേസസ്, ഈവൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വരെയുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റാലേഷൻസിൽ ഉണ്ടായേക്കാവുന്ന അപ്രതീക്ഷിത അറ്റാക്കുകളെയാണ്. മോർ കൺസേണിങ് ഇസ് ദ എന്നതാണ് ഏറ്റവും അവസാനത്തെ വാചകം. സോ ഇതുവരെ വായിച്ചതിലും വലുതായ അത്രയും സുപ്രധാനമായ എന്തോ ഒന്നാണ് കൂടുതൽ പ്രശ്നം. എന്നാൽ അതെന്തെന്ന് നമ്മളോട് പറയാതെയാണ് ഈ പേപ്പർ കട്ടിങ് അവസാനിക്കുന്നത്. അടുത്തത് ന്യൂസ് വീക്ക് എന്ന 1933 ആരംഭിച്ച അമേരിക്കൻ മാഗസിനാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ എല്ലാ ആഴ്ചയും പ്രധാനപ്പെട്ട വാർത്തകളായി വരുന്നൊരു പ്രസിദ്ധീകരണം. ഗ്ലോബൽ പെർസ്പെക്റ്റീവും ഇൻഡെപ്ത് അനാലിസിസും കൊണ്ട് ശ്രദ്ധേയമാണ് ഈ വീക്കിലി. ഈ ന്യൂസ് ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് വെയർ ഡെവൾ ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഡെവൾ എന്നാണ്. ക്ലിയർ ഹീറോസോ വില്ലൻസോ അല്ല, ഈ യുദ്ധത്തിൽ എല്ലാവരും ഗ്രേ ആണെന്ന് ഈ ടൈറ്റിൽ നിന്ന് വ്യക്തമാകുന്നു. ഖുറേഷി എബ്രാമിനായാലും ഷെൻട്രയാഡിനായാലും അവരവരുടേതായ സൈഡ്സിൽ ന്യായങ്ങളുണ്ട്. സെൻട്രൽ ആഫ്രിക്കയിലെ ക്രിംസൺ ഫീൽഡ്സ് അഥവാ ചോര പുരണ്ട ഭൂമിയിൽ KNXസും ഷെൻട്രയാഡും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ആണ് ഈ ന്യൂസിൽ പറയുന്നത്. ആദ്യ ന്യൂസ് പോലെ തന്നെ ഇവിടെയും പൂർത്തിയാകാത്ത രീതിയിലാണ് അവസാനം. ഇന്റലിജൻസ് ഏജൻസീസ് അക്രോസ് ദ കോണ്ടിനെന്റ് ആർ എന്ന ഇൻകംപ്ലീറ്റ് സെന്റൻസിൽ അവസാനിക്കുന്നു. എന്താണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഇന്റലിജൻസ് ഏജൻസീസ് ഈ ഒരു കോൺഫ്ലിക്ട്സിൽ എടുക്കുന്ന ഡിസിഷൻ എന്നത് ഒരു മിസ്റ്ററിയായി അവസാനിക്കുന്നു. അടുത്തൊരു കോട്ടാണ് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ പോയറ്റും പൊളിറ്റിക്കൽ സറ്ററിസ്റ്റുമായ ഹമാട്ടുമയുടെ ദ ഡെവിൾ യു നോ ഈസ് ബെറ്റർ ദാൻ ദ ഗോഡ് യു ഡോണ്ട് എന്നാണ് ഈ കോട്ട്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പരിചയമില്ലാത്ത സേവിയേഴ്സിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് അറിയാവുന്ന ഈവിളിനെയാണെന്നാണ്. നമ്മളെ നാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഡിവൈനായി വേഷമിടുന്നവരെക്കാൾ സേഫറായിട്ടുള്ളത് ഈവിളാണെങ്കിലും നമുക്ക് അറിയാവുന്നവരെയാണ്. ലൂസിഫർ എമ്പുരാൻ കോണ്ടക്സ്റ്റിൽ ഖുറേഷി എബ്രാമാണ് ഡെവിൾ യു നോ. അപ്പോൾ ഷെൻട്രയാളാണ് ഡിവൈനായി അപ്പിയർ ചെയ്യുന്നത്. ഷെൻ എന്നാൽ ദൈവം എന്നാണ് അർത്ഥം. അടുത്തത് 1989 ആരംഭിച്ച ടർക്കിഷ് പത്രമായ സമനിലെ ന്യൂസാണ്. ലാത്തിൻ അമേരിക്കയിലെ ഖുറേഷി എബ്രാം നെക്സസിന്റെ സ്ട്രോങ് ഹോൾഡ്സ് ഷെൻട്രയാഡ് ആക്രമിച്ചെന്നും അവിടെ ട്രയാഡിന്റെ കൊടികുത്തി ആ ഏരിയ സ്വന്തമാക്കിയെന്നുമാണ് ഇതിൽ പറയുന്നത്. ഈ ഇൻഫോസിന്റെ സോഴ്സ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ISI ആണെന്ന് പറഞ്ഞ് ന്യൂസ് അവസാനിക്കും. അടുത്ത കോഡ് റോമൻ സ്റ്റോയിക് ഫിലോസഫറായ ലൂഷ്യസ് സെനക്കേയുടേതാണ്. ദ മോസ്റ്റ് പവർഫുൾ ഈസ് ഹി ഹു ഹാസ് ഹിംസെൽഫ് ഇൻ ഹിസ് ഓൺ പവർ. അതായത് മറ്റുള്ളവരെ കോൺകർ ചെയ്യുന്നവരല്ല ഏറ്റവും പവർഫുൾ, മറിച്ച് സ്വയം കൺട്രോൾ ചെയ്യുന്നവരാണ്. സെൽഫ് കൺട്രോൾ, ഇന്നർ ഡിസിപ്ലിൻ, ഇമോഷണൽ റെഗുലേഷൻ ഒക്കെ ഉള്ളവരാണ് മോസ്റ്റ് പവർഫുൾ. സ്വന്തം ആഗ്രഹങ്ങളിലും ഇമോഷൻസിലും ഇമ്പൾസസിലും എല്ലാം കൺട്രോൾ ഉള്ളയാൾ അൺഷേക്കബിൾ ആണ്. മറ്റേതൊരു എക്സ്റ്റേണൽ അതോറിറ്റിയേക്കാളും പവർഫുൾ ആകും ഇങ്ങനെയുള്ളയാൾ. അടുത്ത ന്യൂസ് പേപ്പറായ ഓറിയന്റൽ ബേസ് ലൈൻ ഈസിയർ അണ്ടർവേൾഡ് റിപ്പോർട്ടിങ്ങിൽ പ്രസിദ്ധമായ ഒന്നാണ്. ഹോങ്കോങ് ബേസ്ഡായ ഈ പത്രം 1969 ആരംഭിച്ചത്. ഷെൻ നാർക്കോട്ടിക്സ് ദ ന്യൂ കറൻസി എന്ന ഹെഡ്ലൈൻ എത്രമാത്രം ഷെൻ ട്രയാഡിന്റെ നാർക്കോട്ടിക്സ് ബിസിനസ് വളർന്നുവെന്ന് എടുത്തു കാട്ടുന്നു. 7 ഭൂഖണ്ഡങ്ങളിലേക്കും ഷെൻട്രയാഡിന്റെ ഡ്രഗ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുവെന്നത് എത്രമാത്രം വലിയ ത്രെറ്റായി അവർ മാറിയെന്നുള്ള ഭീകരതയാണ് കാണിക്കുന്നത്. അടുത്ത കോട്ട് സ്റ്റോയിക് റോമൻ എംപററായ മാർക്കസ് ഔറേലിയസിൻ്റെതാണ്. ദ ബെസ്റ്റ് റിവെഞ്ച് ഈസ് ടു ബി അൺലൈക്ക് ഹിം ഹു ഇൻഫ്ലിക്റ്റഡ് ദ ഇഞ്ചുറി. അതായത് നമ്മളെ ഉപദ്രവിച്ച അല്ലെങ്കിൽ ചതിച്ച ഒരാളുടെ ലെവലിലേക്ക് താഴാതെ ഉയരുക. ക്രൂരത കൊണ്ടോ ചതി കൊണ്ടോ നേരിട്ടാൽ നമ്മളും അവരും തമ്മിൽ പിന്നെന്ത് വ്യത്യാസം. ഇതുവരെ നമ്മൾ വായിച്ച വിദേശ പത്ര മാധ്യമങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പത്രത്തിൽ ഷെൻട്രയാഡ് എന്ന പേര് വന്നിരിക്കുകയാണ്. റീസെൻ്റ്ലി ശ്രീലങ്ക, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നീ ഇന്ത്യൻ നെയ്ബറിംഗ് കൺട്രീസിൽ ഷെൻട്രയാഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് ഈ വാർത്ത. സൗത്ത് ഏഷ്യനിൽ ഷെൻട്രയാഡിൻ്റെ അടുത്ത ലക്ഷ്യം അതിൽ തന്നെ പ്രധാനമായും ഇന്ത്യ. ഇത്തരത്തിൽ സീപോർട്ട്സ്, എയർപോർട്ട്സുകളിൽ ഇന്ത്യ അവരുടെ മെയിൻ ടാർഗറ്റ് ആകുന്നതിൽ അത്ഭുതമില്ല. ശ്രീലങ്കയിലെ നേവൽ ബേസസും ബ്ലൈൻഡ് സ്പോട്ട്സും ഷെൻട്രയാഡിന് ഉപയോഗിക്കാൻ എളുപ്പമാണ്. മ്യാൻമറിലെ ചിൻ ആൻഡ് കച്ചിൻ ഹിൽസ് ഡ്രഗ്സ് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള കോറിഡോറായി അവർക്ക് യൂസ് ചെയ്യും. പിന്നെ ബംഗ്ലാദേശിലൂടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനും കഴിയും. ഇനി വീണ്ടും ഒരു കോട്ടാണ് ഫ്രഞ്ച് തത്വചിന്തകൻ വോൾട്ടയറിൻ്റെ കോട്ടായ ഇറ്റ്സ് ഓൺലി ബൈ ഡിഫൈങ് ഡെത്ത് ദാറ്റ് ദ ബ്രേവ് എസ്കേപ്പ്. യഥാർത്ഥ ധൈര്യം മരണത്തെ പേടിക്കുന്നതിലല്ല, ഫേസ് ചെയ്യുന്നതിലാണ് എന്നതാണ് ഈ കോട്ടിലൂടെ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. അടുത്തത് ദ സെന്റിനൽ എന്ന പത്രത്തിലേതാണ്. പണ്ട് ഷാഡോ എക്കണോമി ഭരിച്ചിരുന്ന ഖുറേഷി എബ്രാമിൻ്റെ സാമ്രാജ്യം ഷെൻട്രയാഡ് അതിൻ്റെ കോർ ലെവലിൽ തന്നെ തകർക്കുന്നു. ഇത്രയും കാലം ഇൻവിൻസിബിളായി നിന്ന് KNXS തകർന്നു വീഴാൻ പാകത്തിനാണ് ട്രയാഡ്സിൻ്റെ ആക്രമണം. ഖുറേഷി എബ്രാം ഭരിച്ചിരുന്ന ഡാർക്ക് മാർക്കറ്റിനെ ഒരു തുണിയുടെ ഫാബ്രിക് കീറുന്നത് പോലെ ഷെൻട്രയാഡിൻ്റെ വാളുകൾ കീറുന്നു.
അടുത്തത് ലോകപ്രശസ്തമായ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കോട്ടാണ് ഹി ഹൂ ഫിയേഴ്സ് ബീങ് കോൺഗേർഡ് ഈ ഷുവർ ഓഫ് ഡിഫീറ്റ്. തോൽക്കുമോ എന്ന പേടി വരുന്ന നിമിഷം ജയിക്കാനുള്ള സാധ്യത കുറയുകയാണ്. അതായത് ആ ചിന്ത വരുന്നത് തന്നെ തോൽവിയുടെ തുടക്കമാണ്. പിന്നീട് ഇതേ കോട്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറയുന്നതായി കാണിക്കുന്നത് കൺഫ്യൂസിംഗ് ആയി. അലക്സാണ്ടറുടെ ക്യാരക്ടറിനെ വിശേഷിപ്പിക്കാൻ പറ്റിയ കോട്ടായതുകൊണ്ടാകാം ഇതേ കോട്ട് വീണ്ടും ഉപയോഗിച്ചത്. അടുത്തത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പത്രങ്ങളൊന്നായ ദ വാഷിംഗ്ടൺ പോസ്റ്റാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 1877 USA തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിലാണ് ഈ പത്രം ആരംഭിച്ചത്. ഈ വാർത്തയിൽ പറയുന്നത് ഏഷ്യൻ ഗവൺമെൻറ്റ്സ് KHN യുദ്ധത്തിൽ നിന്ന് ബെനിഫിറ്റ്സ് നേടുന്നു എന്നാണ്. ഏഷ്യൻ രാജ്യങ്ങളിലെ പോർട്സും ഡോക്സും ഈ കൂട്ടർക്ക് വേണ്ടിയുള്ള കവേർഡ് ട്രാൻസിറ്റ് പോയിന്റ്സ് ആണെന്ന് ഈ ന്യൂസിൽ പറയും. അടുത്ത CIA-യുടെ ഒരു ഫയലാണ്. അതിൽ കുറേ കാര്യങ്ങൾ മറച്ചതായി കാണാം. ഖുറേഷിയുടെ ഫോട്ടോയുടെ കൂടെ വിസിബിളായ ഒരു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ ഓപ്പറേഷൻ ഏർലി ബേർഡ് എന്നതാണ്. ക്രിസ്റ്റഫർ നോളൻ ബാറ്റ്മാൻ സീരീസിലെ അവസാന സിനിമയായ ദ ഡാർക്ക് നൈറ്റ് റൈസസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ലോഞ്ച് ചെയ്തൊരു വെബ്സൈറ്റ് ആയിരുന്നു ഓപ്പറേഷൻ ഏർലി ബേർഡ് .com. ഈ വെബ്സൈറ്റ് കണ്ടെത്തിയത് തന്നെ ആ സിനിമയിലെ മെയിൻ വില്ലനായ ബെയിൻ്റെ ഫിക്ഷണൽ CIA ഫയലിൽ നിന്നുമായിരുന്നു. ഓപ്പറേഷൻ ഏർലി ബേർഡ് .com ചെന്ന ഓഡിയൻസ് കാണുന്നത് ഒരു കൗണ്ട് ഡൗൺ ക്ലോക്കാണ്. അതിലെ കൗണ്ട് ഡൗൺ അവസാനിച്ചതോടെ ഏർലി IMAX ടിക്കറ്റ്സ് ആക്സസ് ചെയ്യാൻ ഫാൻസിന് സാധിച്ചു. അതും 6 മിനിറ്റ് സ്പെഷ്യൽ പ്രോലോഗ് ഉൾപ്പെടെ. ലൂസിഫർ ഫ്രാഞ്ചൈസി ദ ഡാർക്ക് നൈറ്റ് ട്രിലോജിയിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് പൃഥ്വിരാജ് എന്നെ സംബന്ധിച്ച കാര്യമാണ്. അതിനാലാണ് ഇത്തരം ഒരു ഹിഡൻ ഡീറ്റെയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഈ ഫയലിൽ കൊടുത്തിരിക്കുന്ന ലേബൽ മാൻഡറിൻ ഭാഷയിലാണ്. അതിൻ്റെ ട്രാൻസ്ലേഷൻ പറയുന്നത് ലിമിറ്റഡ് ടൈം സെയിൽ എന്നാണ്. ഖുറേഷിയുടെ ഫോട്ടോയും വെച്ച് ലിമിറ്റഡ് ടൈം സെയിൽ എന്ന് പറയുന്നത് അയാളെ കൊല്ലാനുള്ള കൊട്ടേഷൻ ആകാൻ മിക്കവാറും. അടുത്തത് ഒബ്സർവർ എന്ന പത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയൻ്റെ സൺഡേ ന്യൂസ് പേപ്പറാണിത്. 1791 ഫൗണ്ട് ചെയ്ത ഒബ്സർവർ ആണ് ഇപ്പോഴും റൺ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പഴയ സൺഡേ ന്യൂസ് പേപ്പർ. ഇതിൽ പറയുന്നത് ചൈനീസ് ഗവൺമെൻറ് തങ്ങളുടെ രാജ്യത്തിൽ നിന്നായതിനാൽ ഷെൻ ട്രയാഡിൻ്റെ കാര്യത്തിൽ സേഫ് പ്ലേ കളിക്കുകയാണ് എന്നാണ്. ചൈനീസ് ഗവൺമെൻറ് ട്രയാഡ്സുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ചൈനീസ് EAM അഥവാ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ പ്രഖ്യാപിക്കുന്നു. എന്നാൽ ചൈന രഹസ്യമായി അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു കോൺസ്പിറസി തിയറി. അടുത്ത കോട്ട് ഫേമസ് ആയ ചൈനീസ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റും ദ ആർട്ട് ഓഫ് വാറിൻ്റെ ഓതറുമായ സൺ സൂവിൻ്റേതാണ്. നോ ദൈ സെൽഫ്, നോ ദൈ എനിമി, 1000 ബാറ്റിൽസ്, 1000 വിക്ടറീസ്. നിങ്ങൾ സ്വന്തം സ്ട്രെങ്തും വീക്ക്നെസ്സും അതേപോലെ എതിരാളിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നന്നായി അറിഞ്ഞാൽ 1000 യുദ്ധങ്ങൾ ചെയ്താലും ആ 1000 യുദ്ധങ്ങൾ വിജയിക്കുമെന്നാണ് ഈ കോട്ടിൻ്റെ അർത്ഥം. അടുത്ത ലോകപ്രശസ്തമായ ദ ടൈംസ് പത്രത്തിലേതാണ്. ബ്രിട്ടനിൽ 1785 ആരംഭിച്ച ഈ പത്രം ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂസ് പേപ്പേഴ്സിലൊന്നാണ്. US ചൈനയ്ക്കെതിരെ നടത്തിയൊരു വിമർശനമാണ് ഈവിൾ ഈസ് എ മാൻഡറിൻ വേർഡ് എന്നത്. ചൈനക്കാരുടെ ഭാഷയാണ് മാൻഡറിൻ. സോ ഷെൻ ട്രയാഡിനെ സഹായിച്ച് ലോകത്ത് ഈവിൾ വളർത്തുന്നത് ചൈനയാണെന്ന് US ഇൻഡയറക്ട്ലി പറയുകയാണ്. ഇവിടെ ഷെൻ ട്രയാഡിൻ്റെ കാര്യങ്ങൾ വിമർശിക്കുക എന്നതിനേക്കാൾ ചൈനയെ അപകീർത്തിപ്പെടുത്തുക, ബ്ലെയിം ചെയ്യുക എന്നൊക്കെയാണ് USൻ്റെ സ്ട്രാറ്റജി. ചൈനയോടുള്ള ശത്രുത കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അടുത്ത 1940 ആരംഭിച്ച പാകിസ്ഥാനിലെ ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പറായ ഡോണിലെ ന്യൂസാണ്. പാകിസ്ഥാൻ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്നയാണ് ഈ പത്രത്തിൻ്റെ ഫൗണ്ടർ. KA റിട്ടേൺസ് ഷെൻ ഫയർ ഇറ്റ്സ് ഖയാമത്ത് എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. ഖയാമത്ത് എന്ന് നേരത്തെ പറഞ്ഞ അപ്പോക്കലിപ്സ് ഇല്ലേ, അതേ അർത്ഥമാണ് ഈ വാക്കിന്. ഇത്രയും നേരം നമ്മൾ വായിച്ചത് ഷെൻ ട്രയാഡിൻ്റെ ഗ്രോത്തും അവരെങ്ങനെ KNXSനെ പതിയെ തോൽപ്പിക്കുന്നു എന്നുമാണെങ്കിൽ ഏറ്റവും അവസാനത്തെ പേപ്പർ കട്ടിങ്ങിൽ ഖുറേഷി ബ്രൗൺ നെക്സസ് ഒരു വമ്പൻ തിരിച്ചടി ഷെൻ ട്രയാഡിന് കൊടുക്കുന്നു. ഇൻ ദ ഡെയർ ഡബിൾ ആക്ട് ഓഫ് റിട്രിബ്യൂഷൻ ദ ഖുറേഷി ബ്രൗൺ നെക്സസ് ആർ സ്ട്രക്ക് ഹാർഡ് അറ്റ് ഷെൻ പവർ പോയിന്റ്സ് അക്രോസ് വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യയിലെ ഷെൻ പവർ പോയിന്റ്സിൽ ഖുറേഷി ബ്രൗൺ നെക്സസ് ആഞ്ഞടിച്ചത് ഷെന്നിന് വമ്പൻ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു. വെസ്റ്റ് ഏഷ്യ ഗൾഫ് റീജിയൻസ് ഉൾപ്പെടുന്നതാണ്. അവിടെ KNXSനുള്ള ഇൻഫ്ലുവൻസ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ ന്യൂസ് അവസാനിക്കുന്ന ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിലാണ്. ദിസ് എസ്കലേഷൻ ഈസ് ഷുവർലി ബി. അതായത് ഇതുവരെ സ്ട്രഗിൾസ് നേരിട്ട KNXS ഇപ്പോൾ തിരിച്ചടിച്ചത് യുദ്ധത്തിന് തീവ്രത ഉയർത്തും. ഈ പേപ്പർ കട്ടിങ്സിന് പുറമെ ഷെൻ ട്രയാഡിൻ്റെ ബേസുകളിൽ നിന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ആനിമേറ്റഡ് വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഏറ്റവും അവസാനം കാണിക്കുന്നത് വിലങ്ങുകൾ ധരിച്ച് ഒരു കുറ്റവാളി ഒരു ജയിലിൻ്റെ ബാക്കിൽ ഇരിക്കുന്നതാണ്. സോ അതാരാണെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ കണ്ടിട്ട് ക്യൂണോ അല്ലെങ്കിൽ ഖുറേഷി ബ്രൗൺ എന്നായിട്ട് തോന്നുന്നില്ല. മേ ബി ജതിൻ രാംദാസ് ആയിരിക്കാം എന്നിങ്ങനെ തോന്നുന്നു. കാരണം ജതിൻ രാംദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ജീസസ് ആയിട്ടായിരുന്നു. അപ്പോൾ ജീസസ് ഉയർത്തെഴുന്നേറ്റതുപോലെ മരിച്ച ജതിൻ രാംദാസ് മേ ബി തേർഡ് പാർട്ടിൽ തിരിച്ചു വരുമോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു ആനിമേഷനിൽ അവസാനം കാണുന്ന ആളെ കണ്ടപ്പോൾ ജിതിനെ പോലെ ഉണ്ടെന്ന് തോന്നിയത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സും അതേപോലെ കോഡ്സും എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇതേ സാധനം തന്നെ അതേപടി എടുത്ത് വെച്ചാൽ L3 കിട്ടാമോ എന്ന് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഒരുപാട് ഹോപ്സ് L3 അപ്പോൾ ഇതിൽ നിന്ന് ഇനിയും എനിക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. നമുക്കിതുപോലെ ഇനിയുള്ള ഒരുപാട് വീഡിയോസ് എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടും അല്ലാതെ ജനറലി മൂവി റിലേറ്റഡും ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. സോ മറ്റൊരു വീഡിയോ കണ്ടുകൊള്ളുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.